അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതൊരു ചെറിയ വീഡിയോ ആണ്, കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് തവക്കുലിനെ സംബന്ധിച്ചിട്ടാണ്. പലർക്കും ധാരാളം സംശയങ്ങൾ തവക്കുലിൻ്റെ വിഷയത്തിലുണ്ട്. എന്താണ് തവക്കുൽ, എങ്ങനെയാണ് തവക്കുൽ ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ പല പ്രഭാഷണങ്ങളും തവക്കുലിനെ കുറിച്ചിട്ടുള്ള പല പ്രഭാഷണങ്ങളും പുസ്തകങ്ങളും ഇങ്ങനെയൊക്കെ പ്രഭാഷണം കേൾക്കുമ്പോൾ, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പലരും പല ചരിത്രങ്ങളും പറയുന്നത് കേൾക്കുമ്പോൾ തവക്കുലുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പലതും കേൾക്കുമ്പോൾ വളരെ ഭാരിച്ച, ഒരിക്കലും നമ്മളെക്കൊണ്ട് സാധ്യമല്ലാത്ത ഒരു കാര്യമായി തവക്കുലിനെ മനസ്സിലാക്കപ്പെടുന്നുണ്ട്. എന്നാൽ തവക്കുൽ എന്ന് പറയുന്നത് ലളിതമാണ്. അതേപോലെ തന്നെ വളരെയേറെ പ്രത്യേകതകൾ, ഗുണങ്ങൾ, മഹത്വങ്ങളുള്ള ഒരു കാര്യമാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് താനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തവക്കുലിനെ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു എടുത്താൽ പൊങ്ങാത്ത ഭാരമായി തോന്നാൻ കാരണം തവക്കുലിന് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടങ്ങൾ തിരിച്ചറിയാത്ത രൂപത്തിൽ നമ്മളതിനെ ഗ്രഹിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും ശ്രമിക്കുമ്പോൾ, ചില ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രചോദനം കൊണ്ടിട്ട് അതങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് പകർത്താൻ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തളർന്നു പോകും. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഏതാനും സമയങ്ങളിലേക്ക് നിലനിൽക്കുള്ളൂ. ഒരു പ്രഭാഷണം കേട്ടാൽ ഉണ്ടാവുന്ന ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു നമ്മിലുണ്ടാവുന്ന ഊർജം കുറച്ച് സമയത്തേക്ക് നിലനിൽക്കും. ആ സമയത്ത് വളരെയധികം തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. കുറച്ച് കഴിയുമ്പോഴേക്ക് ആ തീരുമാനങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ പഴയ ആൾ തന്നെ ആയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? നമ്മുടെ നഫ്സിന് കഴിയാത്തത് നമ്മൾ ആ നഫ്സിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. തവക്കുലിന് വ്യത്യസ്ത സ്റ്റേജുകളുണ്ട്. അതിന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ തന്നെ നമ്മൾ 3 വിഭാഗമായി വേർതിരിച്ച് മനസ്സിലാക്കാം. അതായത് നമ്മിൽ സാധാരണക്കാരുണ്ട്, അസാധാരണക്കാരുണ്ട്, ആ അസാധാരണക്കാരിൽ തന്നെ അസാധാരണക്കാരുണ്ട്. അങ്ങനെ 3 വിഭാഗമായിട്ട് നമുക്ക് നമ്മളെ മൊത്തത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ഈ തവക്കുലും ഈ പറയുന്ന പോലെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് വിഭജിച്ച് മനസ്സിലാക്കാം. ഒന്ന് സാധാരണക്കാരുടെ തവക്കുൽ, നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ തവക്കുൽ. പിന്നെ ഒന്ന് അസാധാരണക്കാരുടെ തവക്കുൽ. പിന്നെ ഒന്ന് അസാധാരണക്കാരിൽ അസാധാരണക്കാരുടെ തവക്കുൽ. ഇങ്ങനെ 3 രൂപത്തിൽ നമുക്ക് തവക്കുലിനെ മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് സാധാരണക്കാരുടെ തവക്കുൽ എന്താണ്? നമുക്കതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സാധാരണക്കാരുടെ തവക്കുൽ എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിൽ കാര്യങ്ങൾ വിശ്വാസത്തോടു കൂടി ഏൽപ്പിക്കുക, എന്നിട്ട് നമ്മളെ പരിശ്രമങ്ങൾ നമ്മൾ പരിശ്രമിക്കുക. ഉദാഹരണം, നമുക്കൊരു കേസ് വന്നു, ഒരു കേസ് എന്തെങ്കിലും ലാൻഡ് സംബന്ധമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു വക്കീലിനെ കണ്ടെത്തി ആ വക്കീലിലുള്ള വിശ്വാസം മൂലം അതിൻ്റെ ഡോക്യുമെൻറ്റുകളൊക്കെ നമ്മൾ വക്കീലിനെ ഏൽപ്പിക്കും. എന്നിട്ട് ആ കേസിൻ്റെ വിജയത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിന് വേണ്ട മറ്റ് പ്രയത്നങ്ങൾ, വേറെ എന്തെല്ലാം തെളിവുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ആവശ്യമുണ്ട്, അത് നമ്മൾ വക്കീലിന് കൊടുക്കുന്നു. വക്കീലിനെ ഇടയ്ക്ക് ചെന്ന് കാണുന്നു. അങ്ങനെയൊക്കെ വക്കീലിനോടുള്ള ഒരു വിശ്വാസം നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ കാര്യങ്ങൾ തവക്കുലാക്കി എന്നിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്കൊരു അസുഖം വന്നാൽ അള്ളാഹുവിൽ തവക്കുലാക്കി മിണ്ടാതിരിക്കലല്ല, മറിച്ച് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അസുഖം വന്നു കഴിയുമ്പോൾ അതിൻ്റെ ചികിത്സ കണ്ടെത്തുക, അതിന് ഉചിതമായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടെത്തി ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്ന ടെസ്റ്റുകൾ എടുത്ത് അതിന് നൽകുന്ന മരുന്നുകൾ സ്വീകരിച്ച് മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. ഇവിടെയൊക്കെ തവക്കുൽ മരുന്നിലാകാൻ പാടില്ല, തവക്കുൽ ഡോക്ടറിലാകാൻ പാടില്ല. ഡോക്ടറും മരുന്നുകളുമൊക്കെ സബബുകൾ മാത്രമാണ്. അള്ളാഹു മുസബിബുൽ അസ്ബാബാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലൂടെ, ഒരു കാരണത്തിലൂടെ കാര്യങ്ങൾ നടത്തുന്നവനാണ് അള്ളാഹു. അതൊക്കെ ഒരുപാട് സംഭവങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഞാൻ വളരെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മുസബിബുൽ അസ്ബാബാണ് എന്ന ആ അള്ളാഹുവിൻ്റെ ആ ഒരു രീതി, അതിന് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, എന്തെന്ന്? ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയെ ആക്കാൻ ഉദ്ദേശിക്കുന്നു, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ മലക്കുകൾ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ നമുക്കറിയാം. അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ ആദം നബിയോട് പറയുന്നത് എന്താ? ഇതാ നിങ്ങൾക്കുള്ള ഭവനം, സ്വർഗം, നിങ്ങളിവിടെ താമസിച്ചോ.
എന്തുദ്ദേശത്തിലാണ് പഠിച്ചത്? ഭൂമിയിലേക്ക് വിടാൻ വേണ്ടി. പക്ഷെ ആദം നബിയോട് അത് പറയുന്നുണ്ടോ? ഇല്ല. ആദം നബിയോട് പറയുന്നത് എന്താ? ഇതാ സ്വർഗം, താമസിച്ചോ. അങ്ങനെ ആദം നബിയും ഹവ്വാ ബീബിയും അങ്ങോട്ട് കയറുമ്പോൾ പറയാണ്, ഇതാ അവിടെ ഒരു മരം ഉണ്ട്, ആ മരത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ അടുക്കരുതിട്ടാ, ഇവിടെ താമസിച്ചോ. ഈ അടുക്കാൻ പറ്റാത്ത മരം എന്തിനാ സ്വർഗത്തിൽ കൊണ്ടുപോയി വെച്ചത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിനെ ആ സ്വർഗത്തിൽ നിന്ന് പഴം തിന്നതിൻ്റെ പേരിൽ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു? വിടുന്നു. അപ്പോൾ ഭൂമിയിലേക്ക് ഇവരെ വിടാൻ ഒരു കാരണം വേണം. ആ കാരണമായിരുന്നു ആ മരം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു അങ്ങനെ ഒരു കാരണം നിശ്ചയിച്ചു കൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ നമുക്കൊരു രോഗം വന്നു. ഈ രോഗത്തെ ശിഫയാക്കാനുള്ള ഒരു കാരണം അള്ളാഹു ഏതെങ്കിലും ഡോക്ടറെയോ ഏതെങ്കിലും മരുന്നിലോ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ മരുന്ന് കഴിക്കുമ്പോൾ മാത്രമേ ആ അസുഖം എന്ത് ചെയ്യുള്ളൂ? മാറുകയുള്ളൂ. പക്ഷേ ആ മരുന്നല്ല അസുഖത്തെ മാറ്റുന്നത്. അതേപോലെ ആ ഡോക്ടറല്ല അസുഖത്തെ മാറ്റുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോയി നമ്മൾ ശരിയായ രൂപത്തിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു. തവക്കുൽ ചെയ്തിട്ട് നമ്മളൊരു ഡോക്ടറെ പോയി കാണുന്നു. അങ്ങനെ പോയി ഡോക്ടറെ കാണുന്ന സമയത്ത് നമുക്ക് ഡോക്ടർ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം നമ്മൾ എടുത്തു, മരുന്നുകൾ വാങ്ങിച്ചു, കൃത്യമായി നമ്മൾ കഴിച്ചു, അസുഖം മാറിയിട്ടില്ല. ഇപ്പോൾ ഡോക്ടറെ ചീത്ത പറയാൻ പറ്റുമോ? പാടില്ല. ആ ഡോക്ടറുടെ അടുത്ത് പോയ ഒരുപാട് പേർക്ക് അസുഖങ്ങൾ മാറിയിട്ടുണ്ടാവും, നമുക്ക് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവില്ല. ആ മാറിയവരുടെ അസുഖം മാറ്റിയത് ഡോക്ടറല്ല. ആ മാറാത്ത അസുഖങ്ങളുടെ കാരണക്കാരനും ഡോക്ടറല്ല. നമ്മൾ അള്ളാഹുവിൽ ശരിയായ രൂപത്തിൽ തവക്കുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറെ ഒരിക്കലും നമുക്ക് പഴിചാരേണ്ടി വരില്ല. ഡോക്ടറോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു തീരുമാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ശരിയായ രൂപത്തിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരാൾ നബിതങ്ങളെ കാണാൻ വന്നപ്പോൾ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം നബിതങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, ഞാൻ ഈ ഒട്ടകത്തെ അഴിച്ചു വിട്ടുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണോ, അതോ അതിനെ കെട്ടിയിട്ടിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ ആ ഒട്ടകത്തെ കെട്ടിയിട്, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിൽ ഉള്ള തവക്കുലോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഏതൊരു കാര്യത്തിനും ഏതൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. എന്നിട്ട് നമ്മുടെ പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. ആ പരിശ്രമത്തിൻ്റെ ഫലം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ, ഇപ്പം നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, ഒരു ബിസിനസ് ചെയ്യുന്നു, നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു, ബിസിനസ്സിലേക്ക് ഇറങ്ങി, ബിസിനസ് പൊട്ടി പാളിച്ചായി എന്ന് പറയാം. ഓക്കെ, സക്സസ് ആക്കി തരട്ടെ നമ്മുടെയൊക്കെ ബിസിനസ്സുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, ആമീൻ. ഇനി അഥവാ പൊട്ടി പാളിച്ചായി എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ തകർന്നു പോകരുത്. കാരണം ആ ബിസിനസ്സിൽ നമ്മളെ തകർത്ത് കളഞ്ഞത് ഒരു പക്ഷേ അതിനേക്കാളും ഹൈറായ ഒരു ബിസിനസ്, അല്ലെങ്കിൽ അതിനേക്കാളും ഹൈറായ ഒരു വരുമാന മാർഗം നമുക്ക് തുറന്നു തരാൻ വേണ്ടിയായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ഇനിയിപ്പോൾ പിന്നെ പലപ്പോഴും പലരും പറയും, ഇവിടെ എല്ലാം തകർന്ന് തരിപ്പണായി ഒന്നും ഇല്ലാണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒന്നും ഇല്ലാണ്ടാണ് ഒരാൾ മരിച്ചു പോകുന്നതെന്ന് കരുതുക. അയാൾ തൊട്ടതെല്ലാം തകർന്ന് തവിട് പൊടിയായി തരിപ്പണമായി ഒരു നിലയിലും എവിടെയും രക്ഷപ്പെടാതെ അയാൾ മരിച്ചു പോയി എന്നിരിക്കട്ടെ. എന്താ നിങ്ങളുടെ കാഴ്ചപ്പാട്? അങ്ങനെ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒന്നും നടക്കാതെ അയാൾ മരിച്ചു പോയിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ പറയും ആഖിറത്തിൽ കിട്ടുമെന്ന്. ആഖിറത്തിൽ മാത്രം കിട്ടാനാണെങ്കിൽ പിന്നെ ദുനിയാവിലേക്ക് എന്തിനാണ് പറഞ്ഞയച്ചത്? ദുനിയാവിലൊന്നും കിട്ടാനില്ല, എല്ലാം ആഖിറത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, പിന്നെ ദുനിയാവിലേക്ക് വിടേണ്ട ആവശ്യമുണ്ടോ? എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ ഒരാൾ ജീവിതത്തിൽ അമ്പെ പരാജയപ്പെട്ടു എന്നിരിക്കുക, അങ്ങനെ വെക്കുക, അമ്പെ പരാജയപ്പെട്ടു, ഒന്നുമില്ലാതെ അയാൾ മരിച്ചുപോയി. ഇവിടെ തെറ്റിപ്പോകുന്നത് എന്താണെന്നറിയോ? വിജയത്തിന് നമ്മൾ നൽകുന്ന ചില ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻ ഒന്ന് മാറ്റിയാൽ മതി. അപ്പോൾ അയാളുടെ വിജയം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്നും ജീവിതത്തിൽ കരകയറാൻ വേണ്ടി, കുടുംബത്തെ ഒന്ന് കരകയറ്റി കിട്ടാൻ വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനങ്ങൾ അയാൾക്കറിയാവുന്ന വിധത്തിലെല്ലാം അയാൾ ചെയ്തിട്ടും അയാൾ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അയാൾ വലിയൊരു അധ്യായമാണല്ല, അയാൾ വലിയൊരു പുസ്തകമാണ്, പാഠപുസ്തകമാണ്. വരും തലമുറക്ക് പഠിക്കാനുള്ള വലിയ പാഠപുസ്തകമായി അയാൾ കാലാകാലവും ജീവിക്കും. മനസ്സിലാവുന്നുണ്ടോ? വിജയിച്ചവരുടെ ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് വിജയിക്കാനുള്ള മോട്ടിവേഷൻ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പരാജയപ്പെട്ടവരുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്ക്. വിജയിച്ചവരുടെ ജീവിതത്തിൽ നിന്നും ലഭിക്കുന്ന മോട്ടിവേഷൻ ഏതാനും സമയങ്ങളിലേക്ക് നിൽക്കും, കുറച്ച് കഴിഞ്ഞാൽ അത് പോകും. പരാജയപ്പെട്ടവരുടെ ജീവിതം നൽകുന്ന പാഠം ഒരിക്കലും നമ്മൾ എന്തില്ല,
മറക്കൂല. നമ്മളും നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്ന് പഠിക്കുന്ന പാഠം മരിക്കുവോളം നമ്മൾ മറക്കൂല. വിജയത്തിൽ നിന്ന് പഠിക്കുന്ന പാഠം ഏതാനും സമയങ്ങളിലേക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്ക്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പരാജയങ്ങളും വിജയങ്ങളും എന്ന് പറഞ്ഞ് രണ്ടിനും നമ്മൾ നൽകുന്ന ഡെഫിനിഷൻ ഒന്ന് മാറ്റിപ്പിടിച്ചാൽ ജീവിതത്തിൽ മുഴുവനും പരാജയപ്പെട്ടു പോയവൻ എത്ര വലിയ വിജയിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ് തവക്കുലിൻ്റെ ഈ ഒന്നാമത്തെ സ്റ്റേജ് തന്നെ ഇനിയും ഏറെക്കുറെ വിശദീകരിക്കാനുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേജും മൂന്നാമത്തെ സ്റ്റേജും ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.